പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ഇന്റർവ്യൂ ഡേ ആണ്. സോ ഐ ആം ജസ്റ്റ് ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. തട്ടിക്കൂട്ടിയൊരു CV-യും പിന്നെ കുറച്ച് കാണാൻ പഠിച്ച ഫ്രഞ്ചുമായിട്ടാണ് എൻ്റെ ഈ പോക്ക്. സോ ലെറ്റ്സ് സീ. ഐ ആം റെഡി. ആർ യു ഗൈസ് റെഡി? ലെറ്റ്സ് ഗോ. ഇന്റർവ്യൂ ഫ്രഞ്ചിൽ മാത്രമായിരിക്കും, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. എല്ലാവരുടെയും നമ്മൾ നസക്കിയേനെ. ഇപ്പോൾ ഇവിടെയാണ്, നേരെ എനിക്ക് പോവേണ്ടത് ഇവിടെയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. I think like I can't shoot inside, but let's see. This is a place. So the first stage of interview is done. So they actually took my CV and it wasn't good because I was struggling with the language. ഞാൻ കുറേ ഫ്രഞ്ച് സെൻറ്റൻസ് ഒക്കെ പഠിച്ചിട്ടാണ് പോയത്, പക്ഷെ പകുതി ഞാൻ അവിടെ എത്തി മറന്നു. പിന്നെ തത്തത്തായി. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണമെന്നില്ല. നമ്മൾ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ആവുന്നത്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് സ്റ്റേജാണ്. എൻ്റെ CV എല്ലാം അവർ കളക്ട് ചെയ്തു. ഇനി അവർ ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്കിൽസ് വെച്ചിട്ട് എന്തൊക്കെ ജോലി എനിക്കിവിടെ ചെയ്യാൻ പറ്റും അതെല്ലാം അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ദെൻ ദേ വിൽ ഹെൽപ്പ് മീ ഫോർ ദാറ്റ്. സോ ദിറ്റ്സ് പ്രിറ്റി കൂൾ ഗവൺമെൻറ് ഈസ് ഡൂയിങ് ഹിയർ. സോ ദാറ്റ്സ് കൂൾ. ഓ, ഇറ്റ്സ് എ നൈസ് സ്പോർട്സ് ഷോപ്പ്. നൈസ്. Oh, they have karate. I can't About finding a job first, then karate. ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ എൻ്റെ അടുത്ത് ചോദിച്ച 2 ചോദ്യങ്ങളുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 2 ചോദ്യങ്ങൾ. ആർ യു ഓക്കെ ടു ബി പഞ്ച്വൽ? ആർ യു ഓക്കെ ടു വർക്ക് വിത്ത് ഫ്രഞ്ച് പീപ്പിൾ? സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സ്കിൽസ് ഓൾ ദ ടൈം, ഇറ്റ്സ് അബൌട്ട് ഹൗ വി ട്രീറ്റ് പീപ്പിൾ. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ മഴ നനയാത്ത ഒരു ദിവസം പോലും ഇല്ല. എല്ലാ ദിവസവും ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഭയങ്കര മഴയൊന്നുമില്ല, ചെറിയ മഴയേ ഉള്ളൂ. പക്ഷേ തണുപ്പുണ്ടായതുകൊണ്ട് നൈസ് വൈബ്. ഒരു ഫേമസ് ആയ ഒരു കുക്കി ഷോപ്പ് ഉണ്ട്. സോ ലെറ്റ്സ് ട്രൈ സം കുക്കീസ്. ഇതാണ് ആ ഷോപ്പ്. എനിക്കിതൊരു വലിയ കാര്യം മനസ്സിലായി. ഇതെനിക്ക് മുമ്പ് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ഇന്ന് എനിക്കത് സ്റ്റാമ്പായി. നമ്മൾ എല്ലാ കാര്യവും ചെയ്യാത്തതിൻ്റെ പ്രധാന പ്രശ്നം എന്നറിയോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്കത് ശരിക്കും വേണമെങ്കിൽ നമ്മളത് അതിലേക്ക് ഇറങ്ങി ചെന്നാലേ പറ്റുള്ളൂ. Now I can talk in front of the camera like easier than before. So that's how it works. ലൈഫിൽ അങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. സോ നിങ്ങളും എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡു ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഗോ ഫോർ ഇറ്റ്. സോ ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ഒന്നുമല്ല, എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ടുഡേയ്സ് വീഡിയോ. താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.